Hi friends, welcome to ShilusKitchen. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തിയും അതിനേക്കാൾ ടേസ്റ്റിയുമായിട്ടുള്ള എള്ളുണ്ടയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെൽ ഐക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എങ്കിൽ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 200 ഗ്രാം കറുത്ത എള്ളാണ്. അപ്പോൾ ഇതിലാണ് കൂടുതൽ പോഷകഗുണം അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എള്ളുണ്ട ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് ഈ എള്ളാണ്. എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള എള്ള് നോക്കി എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 5 ആണി ശർക്കരയാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര, 3 ഏലക്കായ, 1 ടേബിൾ സ്പൂൺ നെയ്യ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമ്മൾ എള്ളുണ്ടാക്കാനായിട്ട് ആദ്യമായിട്ടൊരു ചുവട് കട്ടിയുള്ള ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം എള്ള് അതിനകത്തേക്ക് ഇട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിത് വറുത്തെടുക്കുകയാണ്. അപ്പോൾ എള്ളിൽ ധാരാളം ന്യൂട്രിയൻസും അതുപോലെ തന്നെ മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഫൈബേഴ്സും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഹെൽത്തിയാണ്. നമ്മുടെ മുടിക്കാവട്ടെ, നമ്മുടെ സ്കിന്നിനാവട്ടെ, നമ്മുടെ ഓവറോൾ ഹെൽത്തിന് തന്നെ നല്ലൊരു ഫുഡാണ് എള്ള്. അപ്പോൾ നമ്മൾ ഈ എള്ള് വറുക്കുന്ന സമയത്ത് അതിൻ്റെ പാകം അറിയാനായിട്ട് നമ്മൾ അതൊന്ന് എടുത്ത് കുറച്ചൊന്ന് വായിലിട്ട് കടിച്ചു നോക്കിയാൽ നമുക്കത് ക്രിസ്പി ആയിട്ട് ഫീൽ ചെയ്യണം. അതാണ് അതിൻ്റെ പാകം. അപ്പോൾ അതങ്ങനെ ആയിട്ടുണ്ട്. ഇതാ നമുക്ക് കളറും ചെറിയൊരു മാറ്റം കാണാൻ പറ്റും. വറുത്ത് വരുമ്പോൾ അതിൻ്റെ കളറിൽ ചെറിയൊരു മാറ്റം കാണാൻ പറ്റും. അപ്പം നമ്മുടെ ഇവിടെ എള്ള് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ശർക്കര കനിച്ചെടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി ചീനച്ചട്ടീനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 5 ആണി ശർക്കര ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമ്മളതൊന്ന് കനിച്ചെടുക്കണം. അപ്പം നമ്മളിതൊന്ന് കനിച്ചെടുത്തതിന് ശേഷം അതിനകത്തുള്ള അഴുക്കൊക്കെ കളഞ്ഞ് ഇതിൽ നന്നായിട്ട് കല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ എള്ളുണ്ട ഉണ്ടാക്കുമ്പോൾ അതൊക്കെ നമുക്ക് കല്ല് കടിക്കാതിരിക്കാനായിട്ട് നമ്മളതൊന്ന് അരിച്ചെടുക്കണം. നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് അതൊന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിൽ അഴുക്കും കല്ലും ഒക്കെ കളഞ്ഞ് അതൊന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ ഇത് അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ എള്ളുണ്ട ഉണ്ടാക്കാനുള്ള ബാക്കി പ്രൊസീജിയറിലേക്ക് കടക്കാം. നമ്മൾ ചീനച്ചട്ടി ചുവട് കട്ടിയുള്ള പാത്രം നോക്കി തന്നെ എടുക്കണം. എടുത്തതിന് ശേഷം നമ്മൾ ഈ അരിച്ച് വെച്ചിട്ടുള്ള ശർക്കര പാനി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു ഒറ്റനൂൽ പരുവാവുന്നത് വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഇതിങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. ഒറ്റനൂൽ പരുവാണെങ്കിൽ നമുക്കതൊരു നൂല് പോലെ കിട്ടും. അതാണ് അങ്ങനത്തെ ഒരു പാകം മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. അപ്പം ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം ഇങ്ങനെ എടുത്ത് നോക്കിയാൽ കണ്ടില്ലേ, ഇങ്ങനെ ഒരു നൂല് പോലെ കിട്ടുകയാണെങ്കിൽ അതാണ് അതിൻ്റെ പാകം. ഈ പാകം എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ എള്ള് ചേർത്ത് കൊടുക്കുകയാണ് ഇനി വേണ്ടത്. അപ്പം നമ്മൾ അതിനകത്തേക്ക് എടുത്തു വെച്ചിട്ടുള്ള നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ നെയ്യ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നു. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മുടെ വറുത്ത് വെച്ച എള്ള് അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത്രയേ ഉള്ളൂ. നമുക്ക് ഇനി ചെയ്യാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് ഏലക്കായ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. നമുക്ക് കുറച്ച് എള്ളും കുറച്ച് ശർക്കരയൊക്കെ വീട്ടിൽ വാങ്ങി നമുക്ക് സ്വന്തമായിട്ട് തയ്യാറാക്കി എടുക്കാനേ ഉള്ളൂ. ഇത് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന എള്ളുണ്ടേനേക്കാളും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിനുള്ളത്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മുടെ ഈ എള്ളുണ്ട എന്ന് പറയുന്നത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഭയങ്കര കടിച്ചാൽ പൊട്ടാത്ത ടൈപ്പുള്ളൊരു എള്ളുണ്ടയല്ല. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല യമ്മി ആയിട്ടുള്ളതെന്ന് പറയാം. നല്ല യമ്മി ആയിട്ടുള്ള, നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു എള്ളുണ്ടയാണ്. അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളിത് ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കഴിഞ്ഞു, നമ്മുടെ മിക്സ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ അതൊന്ന് കുറച്ചൊന്ന് തണഞ്ഞതിന് ശേഷം, നന്നായിട്ട് ചൂട് തണയരുത്,
ഒരു ഇളം ചൂടോടുകൂടി വേണം നമ്മളിത് കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടിയതിന് ശേഷം നമ്മളിതിങ്ങനെ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല യമ്മി ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള എള്ളുണ്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു 200 ഗ്രാം എള്ള് വെച്ചിട്ട് ഒരു 25ഓളം എള്ളുണ്ട നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഡെയിലി ഇതുപോലെ 2 എണ്ണം കഴിക്കുന്നത് മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യാൻ വേണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.